എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കറിവേപ്പില ചിക്കനും സ്വിഗ്ഗിയിൽ നിന്ന് പൊറോട്ടയുമാണ്. അപ്പോൾ ഈ കറിവേപ്പില ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 1/4 കപ്പോളം വരും. അതുപോലെ തന്നെ 4 പച്ചമുളകും വേണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച കറിവേപ്പിലയും പച്ചമുളകും ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ വേറൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ കറിവേപ്പില ചിക്കനും കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കും. 10 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല കളറല്ലേ. അപ്പോൾ ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയാൽ മാത്രം പോരാ, നമ്മളുടെ സലു കിച്ചൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇത്രയും ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്ത മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കും. അപ്പം നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മളിനി ഇതിലേക്കുള്ള മസാലയും തയ്യാറാക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി എണ്ണയിൽ തന്നെ നമ്മൾ തയ്യാറാക്കും. നമുക്കിതുപോലെ 2 സൈഡും ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലായിടവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വേകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് റെഡിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുക്കും. നേരത്തെ അരച്ചതുപോലെ തന്നെ അരച്ചെടുക്കും. നേരത്തെ അരച്ചതിൻ്റെ കൂട്ടത്തിൽ അരച്ച് മാറ്റി വെക്കാത്തത് എന്തെന്ന് വെച്ചാൽ ഇത് കറുത്തു പോകും കേട്ടോ ഇരുന്നാൽ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത്. ഇത് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഓയിൽ മാത്രം പോരാ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മതിയാവും. അപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഉള്ളി, ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതിൻ്റോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഗ്രേവി ബാക്കി വന്നില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ പൊറോട്ടയ്ക്കുള്ള ഓർഡർ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഫ്ലെയിം ഇനി പതുക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. കൂട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 250 ml ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊറോട്ടയ്ക്ക് നമുക്ക് ഗ്രേവി വേണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഞാനിവിടെ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ പാക്കറ്റിൽ തന്നെ 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഞാനിവിടെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം നല്ല ഒരു കളർ വന്നിരിക്കുകയാണ്. ക്യാമറയിൽ എത്രത്തോളം കളർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. റിസ്വനെ, ആ ബെല്ലിട്ട് ആരാന്ന് നോക്കിയേ. ഇത്രയും മതിയാകും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ്. ശരിക്കും ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ടയോ നാനോ ചപ്പാത്തിയോ ഒക്കെയാണ് കേട്ടോ. ആ വന്നോ, കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കറി ഇതിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയാണ്. ശരിക്കും ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പം ഞാനിത് കരിവേപ്പില കൊണ്ട് തന്നെ ഗാർണിഷ് ചെയ്യാൻ പോകണം കേട്ടോ. അങ്ങനെ നമ്മളുടെ കറിവേപ്പില ചിക്കനും സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിയോ നാനോ ഒക്കെ ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.